തിരുവനന്തപുരത്ത് കരമനയിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വിവരങ്ങൾ. കരാറുകാരനായ സതീഷും ഭാര്യ ബിന്ദുവുമാണ് മരിച്ചത്. സതീഷ് 52 വയസ്സായിരുന്നു പ്രായം, ഭാര്യ ബിന്ദുവിന് 44 വയസ്സാണ് പ്രായം. ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. സതീഷിനെ കഴുത്തറത്ത നിലയിലും ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കുടുംബത്തിന് ഏകദേശം 2.3 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പറയുകയാണ്. ബാങ്കിൽ നിന്ന് 64 ലക്ഷം രൂപ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങി. പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വീടിന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. രാവിലെ 10:00-ക്കാണ് വിവരം പുറത്തറിയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് രണ്ടുപേരും ഉറക്കമാണ് എന്നാണ് സമീപവാസികൾ കരുതിയത്. ബിന്ദുവിന്റെ സഹോദരൻ വന്നിരുന്നു. എന്നാൽ ആരെയും പുറത്തു കാണാഞ്ഞതോടെ സഹോദരൻ വന്ന് വിവരം പറഞ്ഞു. തുടർന്ന് അയൽവാസികൾ വന്നു നോക്കുമ്പോൾ, ജനലിലൂടെ നോക്കുമ്പോൾ സതീഷ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. കതക് തകർത്ത് അയൽവാസികൾ അകത്ത് കയറി. അപ്പോൾ ബിന്ദു തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. സതീഷ് കോൺട്രാക്ടറായിരുന്നു. ബാങ്കിൽ കടമുണ്ടായിരുന്നു. ജപ്തി ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് സതീഷിന്റെ സഹോദരൻ നൽകുന്ന വിവരങ്ങൾ. എന്തായാലും ഇത്തരത്തിൽ കടങ്ങളുണ്ടെങ്കിൽ, ജപ്തി ഭീഷണി ഉണ്ടെങ്കിൽ, ബാങ്കിൽ നിന്ന് ഇതുപോലെയുള്ള തിരിച്ചടവ് മുടങ്ങിയ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ ദമ്പതികൾ ഉൾപ്പെടെ ചിലയിടത്ത് കുഞ്ഞുങ്ങളെയും കൂടി ചേർത്ത് സ്വയം ജീവൻ ഒടുക്കുന്ന ആ ഒരു പ്രവണത ഇപ്പോൾ വ്യാപകമാവുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ഒരു 6 മാസത്തിന് ഇപ്പുറത്തുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് മരണങ്ങളാണ് ഈ തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയിൽ ഭയന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത തീർക്കാൻ കഴിയാതെ വീട് ജപ്തി ഭീഷണിയിലൊക്കെയായി സ്വന്തം മക്കളെ കൂടി കൊന്ന് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരുപാട് ദമ്പതികളെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുൻപും ഒരു സംഭവം, അത് പക്ഷേ വൃദ്ധ ദമ്പതികളായിരുന്നു. അതിനു മുൻപ് ചെറുപ്പക്കാരായ ആൾക്കാർ, ജീവിതം തുടങ്ങുന്നവർ തന്നെ ഇത്തരത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ നേരിടാൻ വയ്യാതെ ഇങ്ങനെ തളർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല എന്ന് വേണം എല്ലാവരും മനസ്സിലാക്കാൻ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജീവിതങ്ങളും പ്രശ്നങ്ങളിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ആർക്കും 100% ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരാരും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ മാത്രം വിശ്വസിച്ചാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഒരു പരിധി വരെ ഫേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതെ നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട, ഉള്ള പൈസ വെച്ച് വളരെ ഭംഗിയായി ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ചിലർക്ക് വരുമ്പോൾ അങ്ങനെ വന്നുകൂടായികയില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നുകൂടായികയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത് ജീവിതം കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന്, അല്ലെങ്കിൽ കൂടെയുള്ള പങ്കാളിയെ വരെ ഇതുപോലെ ക്രൂരമായി കൊന്ന് ജീവൻ ഒടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇനി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഇത് പ്രാഥമിക നിഗമനം മാത്രമാണ്. വിവരങ്ങൾ കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ 10:00-ക്കാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഏകദേശം 3-4 മണിക്കൂറുകളായിട്ടുള്ളൂ. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എന്നാലും പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടും എന്ന് തന്നെ വിശ്വസിക്കാം. എന്തായാലും എല്ലാ മനുഷ്യരോടും, ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരോടും പറയാനുള്ളത്, പ്രതിസന്ധികളില്ലാത്ത ജീവിതങ്ങളില്ല. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കൂടെയുള്ള ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ, ഒപ്പം നമ്മൾ കൈപിടിച്ചു കൊണ്ടുവന്ന പങ്കാളിയെ ഒക്കെ, അവരുടെയൊക്കെ ജീവിതം ഇല്ലാതെയാക്കി ജീവിക്കാനുള്ള മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തി സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന ഈ ആത്മഹത്യാ പ്രവണത, അത് ഒരിക്കലും ഒരു പരിഹാരമല്ല. അതിനാരും മുതിരാതിരിക്കുക എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.